അഞ്ചാമത്തെ യൂണിറ്റില് ഇവാഞ്ചലിക്കലിസം ആൻഡ് അതർ ന്യൂ ട്രെൻഡ്സ് എന്ന ഭാഗമാണ് പറയുക. The new needs of the British necessarily meant that the idea of retaining Indian institutions and laws had to be reviewed. ബ്രിട്ടീഷുകാരുടെ പുതിയ ആവശ്യങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കി, തീർച്ചയായും ഇനി ഇന്ത്യൻ സ്ഥാപനങ്ങളെ ഇവിടെ നിലനിർത്തേണ്ടതുണ്ട്. ആൻഡ് ലോസ് ഹാഡ് ടു ബി റിവ്യൂഡ്. അതായത് ഇന്ത്യൻ സ്ഥാപനങ്ങളെയും ഇന്ത്യൻ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും നിലനിർത്തുന്നത് നല്ലതാണ് എന്ന ഓറിയന്റലിസ്റ്റ് ചിന്താഗതികൾ പണ്ട് ബ്രിട്ടീഷുകാരായ പല ഉദ്യോഗസ്ഥന്മാരും അതിനെ പിന്താങ്ങിയിരുന്നു. അത് ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് തോന്നി. അത് ദോഷം ചെയ്യുകയാണോ എന്ന് തോന്നി. If new products were to enter the local market, there was a need to create a taste for them. പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ വരികയാണെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് അങ്ങനെയാണല്ലോ, അവയൊന്ന് നോക്കണമല്ലോ എന്ന, രുചിച്ച് നോക്കണമല്ലോ എന്ന ചിന്ത മനുഷ്യർക്കുണ്ടാകുമല്ലോ. അതായത് ദിസ് മെന്റ് ദ ഇൻഫ്യൂഷൻ ഓഫ് എ ന്യൂ വേ ഓഫ് ലൈഫ്. ഇന്ത്യൻ ജീവിത രീതിക്ക് പകരം പുതിയൊരു ജീവിത രീതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ, പുതിയൊരു കൾച്ചർ കൊണ്ടുവരികയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഇൻ ദ ടോപ്പ് ക്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി, കുറഞ്ഞത് ഏറ്റവും ഉയർന്ന പണക്കാരായ ആളുകളുടെ കൂട്ടത്തിലെങ്കിലും ആ ജീവിത രീതിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകില്ലേ? അപ്പോൾ അവർ സ്വാഭാവികമായും അവരുടെ പഴയ രീതികളെ ഉപേക്ഷിക്കില്ലേ? ഈ ചിന്തയാണ് പുതിയ കുറെ ജീവിത രീതി ഇന്ത്യൻ സമൂഹത്തിൽ കൊണ്ടുവന്ന് നോക്കുന്നത് നല്ലതാണ് എന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നാൻ കാരണം. In the early period of establishing institutions which discovered India's past, ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭൂതകാലത്തെ ഒന്നുകൂടി പുതുക്കി പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിലായിരുന്നു പല വിദേശികൾക്കും താല്പര്യം. ഓറിയന്റലിസ്റ്റുകളെ പോലുള്ളവര് ഏഷ്യാറ്റിക് സൊസൈറ്റിയിലൊക്കെ അതാണ് നടന്നത്. എ നീറ്റ് കോംപ്രമൈസ് ഓഫ് ലേണിംഗ് ആൻഡ് ദ നീഡ്സ് ഓഫ് ദ കമ്പനി, കൊമേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഹാഡ് ബീൻ മെയ്ഡ്. അതായത് കമ്പനിക്ക് ഇന്ത്യക്കാരെ കുറിച്ച് അറിയണമായിരുന്നു, കച്ചവടത്തിന് വേണ്ടി അത് ഇന്ത്യൻ ഇൻഫർമേഷൻസും ഇന്ത്യൻ കസ്റ്റംസും ഒക്കെ അറിയണമായിരുന്നു. അത് ഏതായാലും നടന്നു കഴിഞ്ഞു. അതായത് ദാറ്റ് ഈസ് ലേൺ അബൌട്ട് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കുക എന്നത് ഇതിനകം നടന്നു കഴിഞ്ഞു. ബട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് ഇറ്റ്. പക്ഷെ അന്ന് പഠിച്ച പാഠം ഇതാണ്: ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിച്ചാൽ മാത്രം മതി, അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, അതിനെ അലോസരപ്പെടുത്തരുത്, അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന നിലപാടായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ എടുത്തിരുന്നത്. ദാറ്റ് ഈസ്, അതായത് കോംപ്രമൈസ് വാസ് റിസെന്റഡ് ഈസ് ഷോൺ ഇൻ ദ സ്ട്രഗിൾ ഓഫ് ദ ശ്രീരാംപൂർ മിഷണറീസ്. അതായത് ഈ കോംപ്രമൈസ് എപ്പോഴാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്? ശ്രീരാംപൂർ മിഷണറിമാരുടെ ആ പ്രക്ഷോഭത്തില് ആണ് ഈ ഒത്തുതീർപ്പ് ഉണ്ടായത്. ഹു വാണ്ടഡ് ടു ഗെറ്റ് ഓൺ വിത്ത് ദ ടാസ്ക് ഓഫ് റീഫോമിംഗ്. അതായത് ഈ പരിഷ്കരണം എന്ന ജോലി ഇനിയും തുടർന്നു കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചവരുന്നവരാണ് അവര്. ആ റീഫോമിംഗ് ടാസ്ക് പിന്നെയും തുടർന്നു കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരുന്നവരാണ് ഈ ശ്രീരാംപൂർ മിഷണറീസ്. ദ കറന്റ് ഡീജനറേഷൻ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി. ആ പരിഷ്കരണവും നവീകരണവും ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിലെ ഒരുപാട് അപച്യുതികൾ, മൂല്യച്യുതികൾക്കും അധപതനങ്ങൾക്കും കാരണമാണ് എന്നവർ മനസ്സിലാക്കി. അവിടെ നിന്ന് മോചനം ഇന്ത്യക്കാർക്ക് ഉണ്ടാകാൻ അവർ റീഫോർമേഷന് വിധേയമാകണം എന്ന് വിചാരിച്ചു. വൈൽ എന്നാൽ ശ്രീരാംപൂർ മിഷണറീസ് വേർ ടു ഡു ദിസ് ടാസ്ക് ക്വയറ്റ്ലി. ഈ ശ്രീരാംപൂർ മിഷണറീസ് ഈ ജോലി വളരെ നിശബ്ദമായി ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. റെസ്പെക്ടിങ് ദ ഇന്ത്യൻ ട്രഡീഷൻസ്, ഇന്ത്യൻ പാരമ്പര്യങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ. ദ ലേറ്റർ മിഷണറീസ് ലൈക്ക് ചാൾസ് ഗ്രാൻഡ്. എന്നാൽ ചാൾസ് ഗ്രാൻഡിനെ പോലുള്ള പിന്നീട് വന്ന പുതിയ മിഷണറിമാര് വേർ ടു ബി ഓപ്പൺലി ഹോസ്റ്റൈൽ ടു ഇന്ത്യൻ ബാർബേറിയനിസം. ഈ ഇന്ത്യൻ രീതികൾ അല്പം അപരിഷ്കൃതമാണെന്നും അതിനെ തുറന്ന് എതിർക്കുന്ന നയമാണ് ചാൾസ് ഗ്രാൻഡിനെ പോലുള്ള ആൾക്കാർ സ്വീകരിച്ചത്. ഈ ശത്രുതാ മനോഭാവം, ദിസ് ഹോസ്റ്റിലിറ്റി, എ ഹാൾമാർക്ക് ഓഫ് ഇവാഞ്ചലിക്കലിസം, ഇവാഞ്ചലിക്കലിസത്തിന്റെ ഒരു മുഖമുദ്രയായിരുന്നു വേർ ടു ബി ഓപ്പൺലി ഹോസ്റ്റൈൽ ടു ഇന്ത്യൻ ബാർബേറിയനിസം. അത് ഇന്ത്യൻ ബാർബേറിയനിസത്തിന് തുറന്ന് ഇത് ശത്രുത കാണിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ദിസ് ഹോസ്റ്റിലിറ്റി, എ ഹാൾമാർക്ക് ഓഫ് ഇവാഞ്ചലിസം, വാസ് കമ്പൈൻഡ് വിത്ത് ഡിസയർ ടു സിവിലൈസ് ഇന്ത്യ. ആ ശത്രുത ഒരു വശത്ത്, മറുവശത്ത് ഇന്ത്യയെ പരിഷ്കരിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം, ഡിസയർ, ഇന്ത്യയെ സിവിലൈസ് ചെയ്തെടുക്കണമെന്നുള്ള ആഗ്രഹം മറുവശത്ത്. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ബ്രിങ്ങിങ് എ ക്രിസ്ത്യൻ സീൽ ഇൻ ടു ദിസ് ഹിസ് മിഷൻ. ചാൾസ് ഗ്രാൻഡിനെ പോലുള്ള ആൾക്കാര് ഒരു ക്രിസ്ത്യൻ ഉത്സാഹവും തന്റെ മിഷന്റെ ഭാഗമായിട്ട് ചേർത്തു. ബൈബിള് പരമായ കാര്യങ്ങളിലൂടെ ഗ്രാൻഡ് വാസ് ടു പ്രൊപ്പഗേറ്റ് ദ പോളിസി ഓഫ് അസിമിലേറ്റിംഗ് ഓഫ് ഇന്ത്യ ഇൻ ടു എ ഗ്രേറ്റ് സിവിലൈസിംഗ് മിഷൻ ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടന് ഇന്ത്യയെ പുതിയതായി പരിഷ്കരിച്ചെടുക്കാനായിട്ടുള്ള ഒരു വലിയ മിഷൻ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു നയം അദ്ദേഹം കൊണ്ടുവന്നു.
ഈ മനോഭാവം, ദിസ് ആറ്റിറ്റ്യൂഡ് വാസ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദ എക്സ്പ്രഷൻ ഓഫ് ബ്രിട്ടീഷ് ലിബറലിസം. ഇത് ബ്രിട്ടീഷ് ഉദാരതാ നയത്തോട് ഒത്തുപോകുന്നതുമായിരുന്നു. ആസ് ഫോർ എക്സാമ്പിൾ ഇൻ മക്കാളെ ദ ലിബറൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. ഒരു ലിബറലായ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്നു മെക്കാളെ. അദ്ദേഹത്തിന്റെ ടാസ്ക് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ജോലി വാസ് ടു സിവിലൈസ് റാദർ ദാൻ സബ്ഡ്യൂ. അതായത് അടിച്ചമർത്തുക എന്നതിനപ്പുറം ജനങ്ങളെ പരിഷ്കരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മെക്കാളയിൽ നിക്ഷിപ്തമായിരുന്ന ജോലി. അതുകൊണ്ട് ദ മർച്ചന്റ് കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് ദിസ്. അതായത് വ്യാപാരികളായിട്ടുള്ള സമൂഹം ഇതിനെ പിന്തുണച്ചു എന്ന് പറയാം. സപ്പോർട്ടഡ് ദിസ് ഫസ്റ്റ്ലി, ആദ്യമായിട്ട്, ബിക്കോസ് സിൻസ് ദേ വുഡ് ബെനഫിറ്റ് ഫ്രം സിവിലൈസിംഗ് മിഷൻസ് ലോസ് ടു അക്വയർ പ്രോപ്പർട്ടി എക്സെട്ര. അതായത് സ്വത്തുക്കൾ കിട്ടാനും കച്ചവടം നന്നായി നടക്കാനും ഒക്കെ ഈ സിവിലൈസിംഗ് മിഷൻ നന്നായിട്ട് യോജിക്കും എന്നവർ മനസ്സിലാക്കിയതുകൊണ്ട് കച്ചവടക്കാർ അതിനോട് യോജിച്ചു. ഇൻ ഇന്ത്യയിൽ ആൻഡ് ദെൻ അണ്ടർ ഫ്രീ ട്രേഡ്, പിന്നെ സ്വതന്ത്ര വ്യാപാരം വന്നാൽ ദേ കുഡ് വർക്ക് ഔട്ട് ദ പ്രോബ്ലംസ് ഓഫ് ക്രിയേറ്റിംഗ് എ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഗുഡ്സ് എമംഗ് ദ ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്കിടയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് കഴിയും എന്നവർ വിചാരിച്ചു. എന്തായാലും ചാൾസ് ഗ്രാൻഡ് എന്താണ്? ചാൾസ് ഗ്രാൻഡ് സോ എ കോംപ്ലിമെന്റാരിറ്റി ബിറ്റ്വീൻ ദ സിവിലൈസിംഗ് പ്രോസസ് ആൻഡ് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി. പരിഷ്കരിക്കുന്ന പ്രക്രിയ ഒരു വശത്ത്, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി വേറൊരു വശത്ത്. ഇവ തമ്മിൽ ഒരു പരസ്പര ബന്ധം ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് ഇറ്റ് വാസ് ദസ് ദാറ്റ് അനദർ ലിബറൽ സീ ട്രിവല്യൻ ഇൻ 1838, 1838 മറ്റൊരു ലിബറൽ ആയിട്ടുള്ള ട്രിവല്യനും വാസ് ടു ഔട്ട്ലൈൻ ഹിസ് വിഷൻ ഓഫ് ഇന്ത്യ ആസ് ദ പ്രൗഡസ്റ്റ് മോണുമെന്റ് ഓഫ് ബ്രിട്ടീഷ് ബെനവളൻസ്. അങ്ങനെ ബ്രിട്ടീഷ് ഔദാര്യത്തിന്റെ ഒരു വലിയ അഭിമാനാർഹമായ പ്രതീകമായിട്ട് ഇന്ത്യ നിലകൊള്ളും എന്നും അദ്ദേഹം ഒരു വലിയ ദീർഘവീക്ഷണം കൊണ്ടു എന്ന് പറയാം, ട്രിവലിയൻ. അതായത് ഇന്ത്യക്കാർ പരിഷ്കരിച്ചതിന്റെ, അവരിത്രയെങ്കിലും പരിഷ്കരിച്ചെടുത്തതിന്റെ ഉത്തരവാദിത്തം എന്താണ്? തങ്ങൾക്കാണ് എന്ന് അഭിമാനിക്കാൻ ബ്രിട്ടൻ കഴിയും എന്ന്